ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, ഇവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്നത് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പതുക്കെ ചൂടുള്ള ചായയൊക്കെ ഇങ്ങനെ ഊതി ഊതി കുടിച്ചിരിക്കുകയാണ്. എനിക്ക് പോകാനൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നേഴ്സിംഗ് പ്രൊഫഷനിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു ഷെഡ്യൂളാണ് ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴത് തീരും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഡേ തൊട്ട് ഈ 10 ദിവസം വരെ ഏതോ ഒരു യുഗം പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ്, എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നേഴ്സിംഗ് പ്രൊഫഷനിൽ. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുക. പിന്നെ അത് എന്തായാലും പോയല്ലേ പറ്റൂ. നമുക്ക് കമ്പൽസറി നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അങ്ങനെ ഇവിടെ ഞാൻ ഒരുങ്ങി ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ഞങ്ങൾ താഴെ വരണം. താഴെ നിന്ന് പിന്നെ വണ്ടിയിൽ സ്പോട്ടിൽ ഹസ്ബൻഡാണ് കൊണ്ടുവിടുന്നത്. ഞാനിവിടെ താമസിക്കുന്നിടത്തൊരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. BBA ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ബാലനഗറിലാണ്. പോകാനുള്ള റെഡിയായിട്ട് താഴെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോസ്പിറ്റൽ. അവിടുന്ന് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. നൈറ്റ് ഡ്യൂട്ടി കറക്റ്റ് സമയത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങാണ് വിശന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും പിന്നെ വാട്ടർ ബോട്ടിലും ഒക്കെയാണ് എടുക്കുന്നത്. കറക്റ്റ് സമയത്ത് കഴിക്കാമെന്ന് വെച്ചാൽ ചില സമയത്ത് ബിസി ആയിരിക്കും, ചില സമയത്ത് ബിസി കാണത്തില്ല, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയി ചോറോ അല്ലെങ്കിൽ കറികളൊക്കെ കൊണ്ടുപോയി ചീത്തയാവും. അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് പതിവ്. കഴിച്ചിട്ടാണ് ഞാൻ പൊതുവെ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മടുപ്പ് തോന്നുന്ന ഒരു ടൈം ഷെഡ്യൂളാണ്. എനിക്കെന്നല്ല എല്ലാ നഴ്സിംഗ് പ്രൊഫഷനിലും വരുന്ന ഒരു സംഭവമാണിത്. സോ ഇതാണ് എൻ്റെ വ്ളോഗ്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.